യുദ്ധത്തിൻ്റെ 108-ാം ദിവസം ഈ ജൂൺ 15-ാം തീയതി ലോകമറിയുന്ന സുപ്രധാനമായ തീരുമാനം. ജൂൺ 19 വെള്ളിയാഴ്ച യുദ്ധം അവസാനിക്കാൻ പോകുന്ന കരാറിൽ അമേരിക്കയും ഇറാനും സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒപ്പിടാൻ പോകുന്നു എന്ന് അമേരിക്കയുടെയും ഇറാൻ്റെയും ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നതാണ്. ആശ്വാസകരമായ കാര്യമാണ്. ഈ 108 ദിവസമായി മനുഷ്യൻ ലോകം മുഴുവനും നീറിക്കൊണ്ടിരിക്കുന്നതിന് ഒരവസാനമാകാൻ പോകുന്നു. ഈ വാർത്ത അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇന്ന് രാവിലെ തന്നെ 19-ാം തീയതി ഒപ്പിടാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ മാർക്കറ്റിൽ എണ്ണവില കുറയുന്നു. $83 ഒരു ബാരലിന് എന്ന രൂപത്തിൽ കഴിഞ്ഞ 3-3.5 മാസത്തിനിടയിലായിട്ടില്ല. ആ വിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആശ്വാസം പകരുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യവസ്ഥകൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം ഈ ഒപ്പിട്ട ജൂൺ 19-ന് ഒപ്പിടൽ കഴിഞ്ഞാലുടൻ അമേരിക്കയുടെ നാവിക വ്യൂഹം അവിടെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ബ്ലോക്കേഡ് ആ ഉപരോധം പിൻവലിച്ചങ്ങോട്ട് മാറാൻ തുടങ്ങും. ഉടൻ തന്നെ ഇറാൻ പ്രഖ്യാപിക്കും ഹോർമൂസ് കടലിടുക്ക് തുറന്നിടാൻ പോകുന്നു ലോകത്തിന് വേണ്ടി. ഇത് 2 കാര്യങ്ങളിലും തീർപ്പായിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ പറയുന്നത്. എന്നാൽ ഇറാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അവസാന നിമിഷം സംഭാഷണത്തിൽ മെമ്മോറാണ്ടത്തിൽ എഴുതി ചേർത്തൊരു കാര്യമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി പോകുമ്പോൾ ആ കപ്പലുകൾ ഒരു ഫീസ് ഇറാന് കൊടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമായി എന്നതുകൂടി ഡ്രാഫ്റ്റിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് ഇറാനിലെ വാർത്താ ഏജൻസികൾ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമതൊരു വിഷയമായിട്ട് ഇപ്പോൾ വരാൻ സാധ്യത. ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് ലെബനോനിലും സിറിയയിലും ഗസയിലും ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സൈനികരെ പട്ടാളക്കാരെ പിൻവലിക്കില്ല, അതവിടെ തുടരും എന്നാണ്. ഇതൊരു വിഷയമാകാൻ സാധ്യതയുണ്ട് എന്ന് ഇറാനിലെ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലെബനോനും കൂടി ചേരുന്നൊരു കരാറിൽ മാത്രമേ 19-ാം തീയതി ഒപ്പിടുകയുള്ളൂ എന്ന് ഇറാനിലെ ചില വൃത്തങ്ങൾ പറഞ്ഞതായിട്ടും റിപ്പോർട്ട് പറയുമ്പോൾ ആശങ്ക മുഴുവനായി അകന്നു പോയിട്ടില്ല എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ കൂടി പറയുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ തിങ്കളാഴ്ച ജൂൺ 15-നെ കടത്തിവിടുന്നത്. കൂട്ടത്തിൽ ആശ്വാസമായി മാറുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇറാന്റെയും അമേരിക്കയുടെയും ഉന്നത വൃത്തങ്ങൾ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഈ 19-ാം തീയതിയിലെ അവസാനത്തെ കരാർ ഒപ്പിടുന്നതിൻ്റെ ആ ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ സഹായിക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടുന്നു എന്നുള്ള കാര്യമാണ്. അതെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അവിടെ ഒന്നിച്ചു കൂടുമ്പോൾ പ്രതിസന്ധികൾ വരാതിരിക്കാൻ, തർക്കങ്ങൾ വരാതിരിക്കാൻ, പുതിയ വെല്ലുവിളികൾ ഉണ്ടാവാതിരിക്കാൻ ദോഹ നോക്കും എന്നാണ് ലോകം ഇപ്പോൾ കരുതുന്നത്. എല്ലാ കണ്ണുകളും 19-ന് മുമ്പ് ദോഹയിലേക്ക് തിരിയുകയാണ്.